പെട്രോൾ തീർന്നു. ഇതിൽ ആ ചെറുക്കിൻ്റെ അടുത്ത് വണ്ടി എടുത്തപ്പോൾ പറഞ്ഞാ പെട്രോൾ അടിക്കാൻ. സുഭാഷല്ലേ മുതലാ? മുതലാളി വിളിക്കണ്ടടാ. എന്താണ് മലങ്ങളുണ്ടാവും. ആ എടാ രമേശാ, നീ കാറുമായിട്ടേ ആ അമ്പലപ്പടിയിലേക്ക് വാ. ഞാൻ അവിടെ ഉണ്ട്. എന്നാ മുതലാളി? എടാ വണ്ടിയിലെ പെട്രോൾ തീർന്നു. നീ തള്ളി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ മുതലാളി. എന്നാ ഞാൻ പോയി പെട്രോൾ അടിച്ചാലോ? പെട്രോൾ ഒന്നും അടിക്കണ്ട, നീ വണ്ടി തള്ളി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ മതി. പെട്രോൾ അടിക്കില്ല, ഒരു കോപ്പ് അടിക്കില്ല. എടാ നീ കൂടെ ഒന്ന് വേണം. മുതലാളിയുടെ മലങ്കോളല്ലേ, അനുഭവിച്ച. ഓ എന്നെ കാണാനുള്ളത് ഒന്നൊന്നര പണിയായി എന്നെ തള്ളിക്കൊണ്ട് പോണേ. കുറച്ചു നേരം വെയിറ്റ് ചെയ്താ ഏതെങ്കിലും മണ്ടന്മാർ വരാണ്ടിരിക്കൂല. ചെമ്പരത്തി കമ്പ് കൊണ്ട് അമ്പ് കുലക്കണതാരി ആശാന്റെ നിക്കണേ എൻഫീൽഡ് ആയിട്ടോ. അമ്പടാ ആശാനെ, ആശാന്റെ ഒരു ഭാഗ്യേ എൻഫീൽഡാ. മുതലാളുടെ എല്ലാ വണ്ടി ആശാൻ ഓടിക്കാൻ കിട്ടൂലേ? ഈ വണ്ടിക്ക് ഒന്ന് തള്ളാൻ കിട്ടണ വലിയ ഭാഗ്യ ആശാനെ. ഞാനേ എല്ലാ ബൈക്ക് ഓടിച്ചിട്ടുണ്ട്, ഇത് മാത്രം ഓടിച്ചിട്ടില്ല. എനിക്ക് കൂടി ഓടിക്കാൻ തരാം ആശാനെ. നിനക്കൊന്നും തരാൻ പറ്റില്ല. ഇത് മുതലാളി ലക്ഷം കൊടുത്ത് മരിച്ച വണ്ടിയാ. ഇത് എല്ലാവർക്കും ഒന്നും ഓടിക്കാൻ പറ്റില്ല. ആശാനെ വണ്ടി മുതലാളുടെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവന്ന ചളയ വണ്ടി. ആശാനെ, ആശാനോടല്ലാണ്ട് ഞാൻ ആരോടാ ചോദിക്കണം ആശാനെ? ഒന്ന് താട്ടെ ആശാനെ. അത് ശരിയാവില്ല. ഞാനിത് പൊന്നു പോലെ നോക്കിക്കോളാം ആശാനെ. നല്ല കൃത്യമായിട്ട് മുതലാളുടെ വീട്ടിലെത്തിച്ചോളാം. കൊണ്ടുപോകോ? ആ കൊണ്ടുപോകും. എന്നാ നീ കൊണ്ടുപോകേ. സൂക്ഷിച്ചു കൊണ്ടുപോകണോ? പിന്നെ അല്ലാണ്ട ഞാൻ സൂക്ഷിച്ചു കൊണ്ടോക്കോളാം. ആദ്യം ഇതിന്റെ കൂടെ എന്തുണ്ട് സെൽഫി. എനിക്കറിയാമായിരുന്നു ഏതെങ്കിലും മണ്ടന്മാരൊന്നും ചാടുമെന്ന്. ദൈവം എൻ്റെ കൂടെയാ. എന്റെ ദൈവമേ, അങ്ങനെ എന്റെ ആഗ്രഹം പൂവണിഞ്ഞു. എൻഫീൽഡ് ഓടിച്ചെന്ന വീട്ടിൽ പോയിട്ടേ മുതലാളുടെ വീട്ടിൽ എത്തുള്ളൂ. എന്റെ ദൈവമേ, ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള കുടുകുട് ശബ്ദം ഒന്ന് കേൾക്കാൻ. അതുകൊണ്ട് വീട്ടിലേക്ക് ഓടിച്ചത് കയറും. ഇതെന്താ സ്റ്റാർട്ടാവാത്തെ? ഇത് ആശം മുതലാളിയുടെ വീട്ടിൽ കൊടുക്കാൻ തന്നോട്ടോ. എന്റെ പിന്നെ മുതലാളി പെട്രോൾ ഇല്ലാത്ത ആശാനെ കൊടുത്ത. പെട്രോളില്ലേ ചേട്ടാ? സ്വന്തം തള്ളാൻ കൂടോ? ഞാനില്ല, നിന്റെ ആശാന് കിട്ടിയ മലങ്കോള അത്. നീ തള്ളിക്കോ.